ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അവിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലതരം വിഭവങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് അവിൽ വറുത്തതാണ്. അപ്പോൾ നോക്കാം, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ അളവ് കൂടുതൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 3 കപ്പോളം അവിൽ എടുത്തിട്ടുണ്ട്. 150 ഗ്രാം അവിലാണ് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലൊക്കെ കുഴപ്പമില്ല. നെയ്യ് വേണമെങ്കിൽ നമുക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ക്രിസ്പി ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഇതിലോട്ട് അവസാനം ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നാളൊക്കെ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വേണമെങ്കിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറേശ്ശെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്പി പരുവൊക്കെ ആയി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നെയ്യിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടും. ഇതിപ്പോൾ എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരിച്ചിരി ചൂടാറി കഴിയുമ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്, അവിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു അവിൽ നനച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 കപ്പോളം അവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ. അപ്പോൾ 1 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പച്ച തേങ്ങയാണ് കേട്ടോ ഇതിന് വേണ്ടത്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കാസർഗോഡൊക്കെ പണ്ട് മുതലേ ചെയ്യാറുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു അവിൽ നനച്ചത്. അപ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കാസർഗോഡ് നിന്ന് പുറത്തുനിന്നുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല പഴം കൂട്ടിയിട്ടാണിത് കഴിക്കാറുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അവിലൊക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ ആ ഒരു തേങ്ങയുടെ ഈർപ്പം കൊണ്ട് അവിലൊക്കെ സോഫ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം പാകത്തിന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് വേറൊരു രീതിയിലുള്ള അവിൽ നനച്ചതാണ്. ശർക്കര ചേർത്തിട്ടുള്ള അവിൽ നനച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലോട്ടൊരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിപ്പോൾ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്നിത് അരിച്ചെടുക്കാം കേട്ടോ, ഒരു അരിപ്പയിലിട്ടിട്ട്. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ 3 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങ എടുത്താൽ മതിയാകും. ഇനി ഇതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ അതുപോലെ ഇതിൽ വെള്ളം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അതുപോലെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല കേട്ടോ. ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ പാകത്തിനായിട്ടുണ്ട് ശർക്കരയും ആ ഒരു തേങ്ങയും ഒക്കെ. അപ്പോൾ വെള്ളം കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്നാൽ പോലും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 200 ഗ്രാം അവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് അവിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി അവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ 200 ഗ്രാം അവിൽ പാകത്തിനാകുന്നുണ്ട്. 250 ഗ്രാം ശർക്കര, അതുപോലെ 3 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീഡിയം സൈസിലുള്ള തേങ്ങയാണെങ്കിലും ഒരു തേങ്ങയേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ പാകത്തിനാകുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സാക്കി എടുക്കാറുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഫ്ഡ് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഉലുവക്കി എന്ന് പറയും. അപ്പോൾ ഒരു 1/2 കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ ഒരു 1/2 കപ്പ് അവിൽ കുറച്ചാൽ മതി വേണമെങ്കിൽ. അങ്ങനെ സാധാരണ ചേർത്ത് കൊടുക്കാറുണ്ട് പഫ്ഡ് റൈസ്. അപ്പോൾ ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഴം കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. നമ്മൾ പുട്ടൊക്കെ കഴിക്കുന്നില്ല, പഴം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതും കാസർഗോഡ് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് ഔലു കുഴച്ചതെന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണ് ഈ ഒരു ഔലു കുഴച്ചത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1-2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ. അപ്പോൾ ചാറ്റ് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രം, അപ്പോൾ ഇതിലൊരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പാത്രം എടുക്കാം. പക്ഷേ ഒരുപാട് വലിയ പാത്രം എടുക്കാതിരിക്കാം കേട്ടോ. നല്ലോണം വലുതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്യാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സാധാരണ ബേക്കിംഗ് ടിന്നൊക്കെ ഇല്ലേ 1 കിലോ വരുന്ന, അതൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി മാവ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം വരെ മാവ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അമർത്തിയിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 2 ടിന്നിൽ ഞാൻ എടുത്തിട്ടുണ്ട്, മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ 2 കപ്പ് കേക്കിൻ്റെ മോൾഡിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ പകുതി ഞാൻ പിന്നീടാണ്, അപ്പോൾ ആദ്യം ഇത്രയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ സൈഡ് മെല്ലെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഒരു നൈഫ് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എണ്ണയുടെ അളവൊക്കെ കുറക്കാം. ഞാൻ പറഞ്ഞ പോലെ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ടിനും കൂടെ 2 മോൾഡിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെല്ലാം കൂടെയാണ് കേട്ടോ ഇത്രയും എണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഇച്ചിരി സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണയും അതുപോലെ ഒരു വഴറ്റിയതൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഡിഷ് ഇട്ട് കൊടുക്കാം. മെല്ലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്താൽ മതി. ഇനി നമ്മളിത് മെല്ലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. പ്ലേറ്റ് അടുത്ത് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നല്ല ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ എല്ലാവർക്കും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ മിൽക്കാണ്. അപ്പോൾ നോക്കാം. അപ്പം നമുക്ക് ആദ്യം അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അവിലിൻ്റെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് അവിൽ, നമ്മുടെ നോർമൽ ആ ഒരു തിന്ന് അവിൽ തന്നെയാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വിധത്തിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ അവിൽ മിൽക്കിന് കുറച്ച് കട്ടിയുള്ള ആ ഒരു അവിലാണ് യൂസ് ചെയ്യാറ്. അത് ജസ്റ്റ് ഒന്ന് നെയ്യൊന്നും ചേർക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു തിന്നായിട്ടുള്ള അവിൽ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളത് അതിലോട്ട് ചേർത്ത് സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ അവിൽ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ വേറൊരു പാത്രത്തിലോട്ട്. ഇനി നമുക്ക് പഴം ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 പഴം ഞാൻ എടുക്കുന്നുണ്ട്. സാധാരണ അവിൽ മിൽക്കിന് മൈസൂർ പഴമാണ് യൂസ് ചെയ്യാറ്. പക്ഷേ മൈസൂർ പഴം ഇല്ലാത്ത കൊണ്ട് ഞാൻ നോർമൽ പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 10 എണ്ണം എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പഴത്തിന് 10 പഴത്തിന് 1/4 കപ്പ് പഞ്ചസാര, അതുപോലെ 2 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വടച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ ഇട്ടിട്ടൊന്നും അടിക്കരുത്, ജസ്റ്റ് ഇതുപോലെ മാഷ് ചെയ്താൽ മതി. ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ചെറിയ പീസസൊക്കെ ഇതിൽ ഉണ്ടാവണം, അല്ലാതെ ഫുള്ള് ഫൈൻ പേസ്റ്റായിട്ടല്ല കേട്ടോ മാഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നന്നായിട്ടിത് അത്യാവശ്യം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം 1/4 പാകത്തോളം നമ്മുടെ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ഗ്ലാസ്സിൽ 1/4 പാകത്തോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് നമ്മുടെ അവിൽ വറുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ്സിലോട്ടും ഇതുപോലെ കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 ഭാഗത്തോളം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഫ്രൂട്ട്സോ അതുപോലെ പീനട്ടോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അണ്ടിപ്പരിപ്പും കിസ്മിസും. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പീനട്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പീനട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരമൊക്കെ നോക്കാം. അപ്പോൾ പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ മധുരമൊക്കെ. നല്ല പാകത്തിനായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ അവിൽ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാം കേട്ടോ. നമ്മൾ ഓരോരുത്തരും കഴിക്കാൻ നേരത്ത് ഇങ്ങനെ സെർവ് ചെയ്ത് ലെയർ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുകളിലോട്ട് കുറച്ച് അവിലും അതുപോലെ ക്രഷ് ചെയ്ത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അവിൽ മിൽക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു പാത്രത്തിൽ. എന്നിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1 കപ്പ് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രിസ്പി ആകുന്നത് വരെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നെയ്യ് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി വറുത്തൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു അവിലൊക്കെ വെന്ത് വരും. അപ്പോൾ അവിലിന് അങ്ങനെ വലിയ വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് തിളക്കുന്ന സമയം മാത്രം മതി. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി നമുക്ക് നേരത്തെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ്, ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം, ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ടിന്നോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാകത്തിനുള്ള മധുരമാണ്, 1/4 കപ്പ് പഞ്ചസാര. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണക്കമുന്തിരിയും, അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ് ഈ ഒരു അവിൽ പായസം. അവിൽ പായസം എന്ന് പറയത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.